മുഹമ്മദ് ഷർഷാദ് ടെലിഫോൺ ലൈനിലുണ്ട്. പരാതി നൽകിയിട്ടുള്ള ആളാണ്. ശ്രീ ഷർഷാദ്, താങ്കൾ നൽകിയൊരു പരാതി കോടതി രേഖയായി മാറുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. താങ്കൾ ഏത് പശ്ചാത്തലത്തിലായിരുന്നു ഇങ്ങനെയൊരു പരാതി PBക്ക് നൽകിയത്? ഹലോ ശ്രീ ഷർഷാദ്, കേൾക്കാമോ? കേൾക്കാം, പറയൂ. താങ്കൾ എന്ത് വിശ്വാസത്തിന്റെ പുറത്തായിരുന്നു PBക്ക് ഒരു പരാതി നൽകിയത്? അല്ല, PBക്ക് പരാതി നൽകിയത് ആദ്യം ഒരു 2022 കൊടുത്ത ഒരു പരാതിയുടെ കോപ്പി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് കൊടുത്തതെന്ന് മാത്രം. അതിന്റെ ഒറിജിനൽ ഡേറ്റ് വന്നിട്ട് 2022 ആണ്. അപ്പൊ അത് മലയാളത്തിൽ കേരള സ്റ്റേറ്റ് കമ്മിറ്റിക്ക് കൊടുത്ത ലെറ്റർ ആയിരുന്നു. അത് PBക്ക് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കൊടുക്കപ്പെട്ടു അന്ന് ആവശ്യപ്പെട്ട പ്രകാരം. കാരണം അദ്ദേഹം പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധിയായി വരുന്ന സമയത്ത് അത് എന്തുകൊണ്ട് തടയണമെന്നുള്ളത് ഇദ്ദേഹത്തിന്റെ UK ആൾക്കാരടക്കം വിളിച്ച് ആവശ്യപ്പെട്ടാണ് എന്റെ അടുത്ത്. കാരണം ഇദ്ദേഹത്തിനെ പറ്റിയിട്ടൊരു അന്വേഷണം നിങ്ങൾ നടത്തുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അതിൻ്റെതായ തെളിവുകളും കാര്യങ്ങളൊക്കെ കിട്ടിക്കോളും. അതായത് ഈ രാജേഷ് കൃഷ്ണന് എതിരായ പരാതി താങ്കൾ 2022 നൽകിയതാണ്. കോടിയേരിയുള്ള സമയത്ത് നൽകിയതായിരുന്നു. ആ സമയത്ത് അത് വളരെ നല്ല രീതിയിൽ അറ്റൻഷൻ കിട്ടി. ഇദ്ദേഹത്തിന് പാർട്ടിയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു. പക്ഷെ കോടിയേരിന്റെ മരണത്തിന് ശേഷം മാഷിന്റെ ചില സാഹചര്യങ്ങൾ വെച്ചിട്ട് വീണ്ടും അടുത്തുകൂടി പല പാർട്ടിയുടെ പല പ്രോഗ്രാമുകളിലും കാര്യങ്ങൾക്കൊക്കെ വന്നു ചേരാൻ തുടങ്ങി. അങ്ങനെയാണ് ഇത് ഞാൻ ഈ മലയാളത്തിൽ കൊടുത്ത ലെറ്റർ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ നിർബന്ധിതനായത്. അതായത് 2022 താങ്കൾ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകുന്നു. ആ പരാതി നൽകുന്ന സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി, അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായ നടപടി ഉണ്ടായി. പക്ഷേ അതിനുശേഷം MV ഗോവിന്ദൻ ഈ ചുമതലയിലേക്ക് വന്നപ്പോഴാണ് കാര്യങ്ങൾ മാറിമറിയുന്നത് എന്നല്ലേ താങ്കൾ പറയുന്നത്? അതെ 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 അതെ. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നു 2022 നൽകിയ കത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ താങ്കൾ PBക്ക് നൽകിയത്, അല്ലേ? അതെ അതെ അതെ. ആ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നോ രാജേഷ് കൃഷ്ണനെ മാറ്റി നിർത്തിയത് എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? തീർച്ചയായിട്ടും. ഈ പരാതി അശോക് ദവാല എന്നുള്ള സഖാവിന് കൊടുത്തപ്പോൾ അദ്ദേഹം എന്റെ അടുത്ത് വിളിച്ച് മധുരയിൽ വരാൻ പറഞ്ഞു. ഞാൻ മധുരയിൽ പാർട്ടി കോൺഗ്രസിന്റെ തലേദിവസം ഞാൻ അവിടെ എത്തി. അദ്ദേഹം എന്നെ കണ്ടു, ഞങ്ങൾ സംസാരിച്ചു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ കത്ത് മാത്രമല്ല, അതിനടക്കം അതിനോട് ചേർന്ന് കുറച്ച് തെളിവുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സാഹചര്യത്തിലാണ് അവനെ ഇമ്മീഡിയറ്റ് ആയിട്ട്, അല്ലാതെ നിങ്ങള് ഇത്രയും ഇതിപ്പം 24ാമത്തെ പാർട്ടി കോൺഗ്രസ് എന്തോ അല്ല ഇപ്പൊ കഴിഞ്ഞത്. അപ്പൊ അതിൽ ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം കേട്ടിട്ടുണ്ടോ? ഒരു പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധിയായിട്ട് വന്ന ആളെ പാർട്ടി കോൺഗ്രസ് തുടങ്ങുന്ന തലേ ദിവസം പറഞ്ഞുവിടാന്നുള്ളത് ഒരു പുത്തൻ കഥയല്ലത്. അപ്പൊ അത്രമാത്രം ആ കത്തിന്റെ അകത്ത് ഗൗരവമുള്ള വിഷയമുള്ളത് കൊണ്ടാണ് അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടത്. ഇത് ചോർന്നു എന്നതും അതിലേറെ ഗൗരവതരമല്ലേ? കാരണം താങ്കൾ ഒരു പാർട്ടിയെ വിശ്വസിച്ച, അതിന്റെ നേതൃത്വത്തെ വിശ്വസിച്ച് നൽകിയ കത്തല്ലേ? എനിക്കത്ര വലിയൊരു തോന്നുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അന്ന് തന്നെ ഏപ്രിലിൽ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മധുരയിൽ തന്നെ ആ കത്ത് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട് തുടരന്വേഷണത്തിന് വേണ്ടി. അപ്പൊ അത് ഇന്നത്തെ സാഹചര്യത്തിൽ അത് ലീക്കാവുക എന്നുള്ളത് വലിയൊരു വിഷയമല്ല അത്. പക്ഷേ പൊതുവെ ഒരു കത്തും പരാതിയും വരുമ്പോഴും അത് ആര് നൽകിയ കത്ത്, പരാതി എന്നത് അടക്കം പുറത്തേക്ക് പോകാറുണ്ടോ ഷർഷാദ്? അല്ല, അതിപ്പോ ഞാനിപ്പോ എന്താ അത് പറയാ. അത് മാത്രല്ല, പുള്ളി ചിലപ്പം അഡ്വക്കേറ്റിനെ റെഫർ ചെയ്യാൻ വേണ്ടി കൊടുത്ത കത്തായിരിക്കും. ആ അഡ്വക്കേറ്റ് എന്തിനാ അത് കോടതി രേഖയിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് നമുക്കറിയില്ല. അത് അഡ്വക്കേറ്റിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതെവിടെ നിന്ന് ആകാം ഈ വിവരങ്ങൾ പുറത്തേക്ക് പോയത് എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? എങ്ങനെ? അതായത് താങ്കൾ ഈ പറഞ്ഞല്ലോ, ഇത് ചിലപ്പോൾ അഡ്വക്കേറ്റ് മുഖേന പോയതാകാം. അത് സ്വാഭാവികമായും അഡ്വക്കേറ്റ് മുഖേനയാണ് എന്നത് വസ്തുതയാണ്. പക്ഷേ അഡ്വക്കേറ്റിന് ഇത് നൽകേണ്ട ഒരു പശ്ചാത്തലം എന്തായിരുന്നു? അല്ല, അഡ്വക്കേറ്റിന് രാജേഷ് കൊടുത്തത് തന്നെയാണ്. രാജേഷിന് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ചോദ്യം. അതായത് MV ഗോവിന്ദന് ആര് കൊടുത്തു എന്നാണ്? അല്ല, രാജേഷിന്റെ അഡ്വക്കേറ്റിന് രാജേഷ് കൊടുത്തു കാണും. എന്റെ ചോദ്യം അതല്ല. രാജേഷിന്റെ കയ്യിൽ ഈ പേഴ്സണൽ പരാതി എങ്ങനെ കിട്ടി? അതാണ് ഞാനും ചോദിച്ചത്. അതെങ്ങനെ രാജേഷ് കൃഷ്ണയ്ക്ക് ലഭിച്ചു എന്നുള്ളതല്ലേ? അത് നമ്മുടെ സെക്രട്ടറിയുടെ മകന്റെ കോണ്ടാക്ട് നോക്കിയാൽ മതിയല്ലോ. നമുക്ക് കൂടുതലൊന്നും അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടിയില്ലല്ലോ. അതായത് MV ഗോവിന്ദന്റെ മകൻ ശ്യാം വഴിയാണ് ഇത് നൽകുന്നത് എന്നാണ്? അതെ 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 അതെ. അതെന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പറയുന്നത്? അത് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ പരാതി ഉണ്ടല്ലോ, നിങ്ങൾ ആ പരാതി വായിച്ചു നോക്കൂ. അതിനകത്ത് മനസ്സിലാവും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്നുള്ളത്. അതിപ്പോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ എനിക്ക് സമയമില്ല, ഒരുപാട് സമയം. അല്ല, ഇവർക്കിടയിൽ വഴിവിട്ട ബന്ധങ്ങളാണോ ഉള്ളത് ശ്രീ ഷർഷാദ്? തീർച്ചയായും. അതിൽ സാമ്പത്തികമായ ഇടപാടുകളാണോ പ്രധാനം?
അത് കൂടാതെ മറ്റു പലതും ഉണ്ട്. അത് നിങ്ങൾ ആ കത്ത് വായിക്കുമോ? അപ്പൊ മനസ്സിലാക്കാം. ഓക്കെ, ആ കത്തിന്റെ ഉള്ളടക്കത്തിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നു അല്ലേ? തീർച്ചയായും. അല്ലാതെ ഞാൻ കൊടുത്ത കത്തിൽ പിന്നെ എനിക്ക് ഒളിഞ്ഞു പോകാൻ പറ്റില്ലല്ലോ. അതെ, പക്ഷേ ഇതൊക്കെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഇനി താങ്കൾ സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? അല്ല, അങ്ങനെ ഇപ്പൊ പേടിച്ചിട്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ അതിലൊന്നും അർത്ഥമില്ല. അങ്ങനെ ഒരു പേടിക്കുന്ന ആളല്ല ഞാൻ. അങ്ങനെ ഒരു പേടിക്കുന്ന ആളാണെങ്കിൽ ഞാൻ ഈ ഇത്രയും വലിയൊരു കത്ത് തുറന്ന് എഴുതേണ്ട ആവശ്യമില്ലല്ലോ പാർട്ടിക്ക്. അതായത് അപ്പോൾ എം.വി. ഗോവിന്ദന്റെ മകൻ മുഖേനയാണ് ഇത് ചോർന്നത് എന്നതിൽ താങ്കൾ ഉറച്ച വിശ്വസിക്കുന്നു. അതെ അതെ അതെ. അതെന്തിനു വേണ്ടി കൂടി ആയിരിക്കാം? അതിന് മറ്റേതെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ ഇതിനപ്പുറത്ത്? ഈ രാജേഷിനെ സഹായിക്കുക എന്നതിനപ്പുറത്ത്? അല്ല, രാജേഷിന്റെ ഭീഷണി തന്നെയാണ് കാര്യങ്ങൾ. അപ്പം ഭീഷണിക്ക് മുമ്പിൽ ഈ ശ്യാംജിത്തിന് വഴങ്ങേണ്ടി വരും. കാരണം അല്ലെങ്കിൽ അത് മറ്റു പല പ്രശ്നങ്ങളിലേക്ക് പോകും. അതൊക്കെ എനിക്കറിയാം. അതിപ്പോ എനിക്ക് ഇവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അതായത് ശ്യാം ഇത് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഇടപാടുകളാണ് രാജേഷും ശ്യാമും തമ്മിൽ. നിങ്ങള് രാജേഷിന്റെ ഒക്കെ ഫേസ്ബുക്ക് എടുത്ത് നോക്കൂ. ശ്യാമിന്റെ അവരെ വർഷങ്ങളായിട്ടുള്ള അവരെ ഫാമിലി ബന്ധങ്ങളാണ്. അവരെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഞാൻ തന്നെ പലതും എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നോക്കാം, ഞാൻ തീർച്ചയായും പരിശോധിക്കാം. അതിനു മുമ്പ് ശ്രീ ഷർഷാദ്, അങ്ങനെയെങ്കിൽ എം.വി. ഗോവിന്ദൻ അല്ലേ ഈ സംരക്ഷണം ഒരുക്കുന്നത് എന്ന് പറയേണ്ടി വരികയല്ലേ? അല്ല, അതില് അദ്ദേഹത്തിന്റെ അറിവോട് കൂടിയാണോ അല്ലാതെയാണോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, അദ്ദേഹത്തിന്റെ അറിവോട് കൂടിയല്ലാതെ എങ്ങനെയാണ് ഈ നേതൃത്വത്തിന് നൽകുന്ന ഒരു പരാതി പുറത്തേക്ക് പോകുന്നത്? താങ്കൾ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, അതായത് കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നു ചുമതല വഹിച്ചിരുന്ന സമയത്ത് ഇതായിരുന്നില്ല പശ്ചാത്തലം, അതിനുശേഷം മാറി എന്ന് പറയുമ്പോൾ ഈ മകനു വേണ്ടി അല്ല എങ്കിൽ പിന്നെ എന്തിന് എം.വി. ഗോവിന്ദൻ ഇതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കണം? അതിനകത്ത് ഞാനെന്താ ഇപ്പൊ നിങ്ങളോട് അതിന് മറുപടി പറയാ? കാരണം അത് നമ്മൾ പറയുന്നതൊക്കെ പിന്നെ അധികം വളരെ എക്സ്ട്രീം ലെവലായി പോകും. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് പറയാതിരിക്കേണ്ട സാഹചര്യം എന്താണുള്ളത്? ഇനിയിപ്പോൾ എന്തായാലും ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നില്ലേ ശ്രീ ഷർഷാദ്? അല്ല, അതിന്റെ ഉള്ളടക്കം നിങ്ങൾക്ക് കത്തിലുണ്ട്. സാമ്പത്തിക ഇടപാടുകളുണ്ട്, മറ്റു പല ഇടപാടുകളുണ്ട്, സിനിമയായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. ഇപ്പം എന്റെ തന്നെ അവസ്ഥ നിങ്ങൾ നോക്കൂ. എന്റെ കുടുംബവും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ തകർക്കപ്പെട്ടത് ഈ കൂട്ടുകെട്ടാണല്ലോ. ഇപ്പൊ പുഴു എന്ന് പറയുന്ന സിനിമന്റെ അകത്ത് ഹവാല പണങ്ങൾ വന്നിട്ടില്ലേ? ഇതൊക്കെ ഞാൻ പരാതിയിൽ പറഞ്ഞതല്ലേ. ഈ ഹവാല പണത്തിനെ പറ്റിയൊക്കെ പുഴുവിന്റെ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാ വന്നതെന്നൊക്കെ അന്വേഷണം നടത്തിയോ? ഇല്ലല്ലോ. അപ്പോൾ ഈ എം.വി. ഗോവിന്ദനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പോളിസികൾ അതേപടി സൂക്ഷിക്കുന്നു, അത്തരത്തിലുള്ള താത്വികമായ മറുപടികളൊക്കെയാണ് പലപ്പോഴും മാധ്യമപ്രവർത്തകരോടക്കം എം.വി. ഗോവിന്ദൻ നൽകി കേട്ടിട്ടുള്ളത്. പക്ഷേ കുടുംബകാര്യത്തിലേക്ക് വരുമ്പോൾ, മകന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതൊന്നുമല്ല എം.വി. ഗോവിന്ദൻ എന്നാണോ താങ്കൾ പറയുന്നത്? അതന്നെയാണ്. അത് എല്ലാവർക്കും അവരെ ഞാനിപ്പം അവരുടെ കുടുംബം പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവരൊക്കെ കാരണം കുടുംബം തകർന്നു നിൽക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ ഞാൻ അവരെ കുടുംബത്തിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അല്ല, അവരുടെ കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യുകയല്ലല്ലോ ചെയ്യേണ്ടത്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ജീവിത രീതി ഇതല്ല എന്നൊക്കെ പറയുന്ന മറ്റെത്രയോ ആളുകൾ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് മക്കളെ സഹായിച്ചതിനൊക്കെ വലിയ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട് പാർട്ടിക്കകത്ത്. അതല്ലല്ലോ ഒരു പാർട്ടി ലൈൻ എന്നത് ശ്രീ ഷർഷാദ്. അതിപ്പം കോടിയേരി അത്രയും വർഷങ്ങൾക്ക് ശേഷം ചില പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം. അല്ല, എന്റെ സംശയം ഇപ്പോൾ ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിവാദങ്ങളുണ്ടായി, ഇപ്പോൾ വൈദേകം റിസോർട്ടും ഒക്കെയായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ. അപ്പോൾ അതുപോലെ എന്തുകൊണ്ടായിരിക്കാം എം.വി. ഗോവിന്ദനോ മക്കൾക്കോ എം.വി. ഗോവിന്ദന്റെ സഹായമോ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യപ്പെടാത്തത്? അതും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണല്ലോ ഷർഷാദ്. തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടണം. അത്തരം ഇടപാടുകൾ ഉണ്ട്, അത് എം.വി. ഗോവിന്ദന്റെ അറിവോടെ എന്ന് തന്നെയാണോ താങ്കൾ ഉറപ്പിച്ചു പറയുന്നത്? അതെ, അറിവില്ലാതെ ഒന്നും ഒരിക്കലും ഇത്രയും വലിയ ഇഷ്യൂസ് ഒക്കെ നടന്നിട്ട് എങ്ങനെയാ അറിവില്ല എന്ന് പറയാം. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല നിങ്ങളടുത്ത്, ഞാൻ അപ്പോളോ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഈ കഥകൾ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. അന്ന് അദ്ദേഹം സെക്രട്ടറി ആയിട്ടില്ല. സെക്രട്ടറിയുടെ ഇതിലേക്ക്